എന്താടാ എന്തോ കുപ്പിച്ചില്ല എന്താ കാലുമോ വല്ലതും പറ്റിയ ചില്ലാന്ന് തോന്നുന്നുണ്ട്. നായിന്റെ മക്കള് കുപ്പിയോള് പൊട്ടിച്ചിട്ടാണ് കാര്യമായിട്ട് പറഞ്ഞിട്ടാ. കുറച്ചൊക്കെ ഞാൻ പറക്കി കളഞ്ഞതായിരുന്നു. ഞാൻ നല്ല വെള്ളത്തിലൊന്ന് കഴിക്കും. ആ നീയാ, നിന്നെ ഞാൻ കാണാൻ കാത്തിരിക്കായിരുന്നു. സാറേ ഉഗ്രൻ സാധനട്ടാ, ഒരു തരി പുല്ല് പോലും ഉണ്ടാവില്ല. ഇതല്ലേ കഴിഞ്ഞ പ്രാവശ്യം മനക്കൊള്ളടിച്ച്? ആ ഈ ഉഗ്രൻ തന്നെയല്ലേ കാപ്പിലടിച്ച്? ആ ഒന്നും ഉണ്ടായില്ല അവിടെ. പുല്ല് മാത്രല്ല നെല്ലും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്നും പോയില്ല നീ പറയരുത്. നിന്റെ കയ്യിലത്തെ കാശെങ്കിലും പോയില്ലടാ. ആ നന്ദി വേണ്ടേ? ചതിക്കല്ല കാണുന്നേ, ഞാനൊരു കൃഷിക്കാരന്റെ മകനാ. കൃഷിപ്പണിയൊക്കെ എനിക്കറിയാം. തെളിയിക്കേണ്ടി വരും. അങ്ങനെ പറയല്ലേട്ടാ. അവന്റെ വയർമ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല പണിക്കാരൻ ചെക്കനാ. മണ്ണിന് കളി കുറച്ച് കൂടുതലാന്ന് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മട വീണന്റെ കളി ഇത്തിരി കൂടുന്നുണ്ട്. ഞങ്ങളൊക്കെ പഴയ പണിക്കാരല്ലടാ. അതിന് കുമ്മായിട്ടാ മതി. ഏറ്റില്ല. കഥ പറഞ്ഞു കണ്ട് ഒന്ന് വേഗം ഔട്ടർ എന്റെ പണിയാ. അവനെ കാണലില്ലടാ. വരിലവും കുഞ്ഞിനാള് ചെറുപ്പത്തിലല്ലേ എന്തേ കുഞ്ഞല്ലേ നിന്നെ ഞാൻ കണ്ടതല്ലേ ഡീലടിക്കുമ്പോ വെള്ളത്തിലാകുന്നു തോന്നുന്നു കുഞ്ഞല്ലേ നിന്നെ ഞാൻ കണ്ടതല്ലേ ഡേ താത്തേരി ശാന്ത. നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലൊന്നും വാറ്റിന് പഞ്ഞമില്ല കുഞ്ഞല്ലേ, വാറ്റിന് പഞ്ഞമില്ല. നിന്റെ അച്ഛനുള്ളൊരു കുഞ്ഞല്ലത്. ശാന്തയാണല്ലോ. ശാന്ത എരുവ പറ്റാ. കറവുണ്ടാ എന്നെയല്ലട്ടാ വറീസണ്ണ. ഈ ശാന്ത വഴിയിൽ പോണവരോട് വർത്താനം പറയാണ്ട് നീ പുല്ലരിഞ്ഞ. എനിക്ക് കയ്യിന് കഴപ്പുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? അത് മാത്രല്ല ഞാൻ നല്ല തറവാടിയായ കാരണം ഇങ്ങനെയൊക്കെ. മേലെ മേലെ മാമല മേലെ മേലെ മാമല മേലെ കുങ്കുമം ചിന്തിയതാരാണ്? കുങ്കുമം ചിന്തിയതാരാണ്? മാനത്തെ ഉണ്ണി ദിവാകരനോ മണ്ണിന്റെ കുഞ്ഞിക്കൂറിഞ്ചി. അപ്പൊ പിന്നെ നാളെ ആവാനി. മേലെ മേലെ മാമല മേലെ മേലെ കുങ്കുമം ചിന്തിയതാരാണ്? അവൻ വിചാരിച്ചാലും നിന്റെ കാര്യം നടക്കുള്ളൂട്ടാ. വേണമെങ്കിൽ പോയി കളിച്ചോ. പാന്റും കളത്രായൊക്കെ ഇട്ട് നടക്കാം. നീ ഇങ്ങോട്ട് വാ, മണ്ണിന്റെ ചൂരൊക്കെ ഒന്ന് അറിയും. ഇതെവിടെയായിരുന്നടാ നീ? ഇതോടുകൂടി എന്റെ പണി തീരും. ഇനി ഒരു ലേശം വെള്ളം കുടിച്ചിട്ടാവും ബാക്കി പണി. ഓരോന്ന് വന്നോളും. ഒരു പൊതുപ്രവർത്തകനോട് പറയുമ്പളേ ഒന്ന് ആലോചിക്കണം, ഒന്ന് വൈകും. പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞത് നീയല്ല. ഇതൊക്കെ എന്തോരം താപ്പും തരം നോക്കിട്ടാ മേടിക്കണേന്നറിയോ? നീ വെള്ളമുണ്ടിലല്ലടാ, വെള്ളമുണ്ടുണ്ടെങ്കിയ വെള്ളമുണ്ട്. 1-ാം തീയതി ആയിട്ട് നീ സാധനം കിട്ടിയ? സാധനം കിട്ടി, അത് മതി. നിങ്ങളെ ഈ ചേറില് മാന്തണതല്ല, ഇത് പൊതുപ്രവർത്തനം. പൊതുപ്രവർത്തനേ. അയ്യേ, ഇവിടെ എന്തോരം ചെളിയാ. ഇതെന്തൂട്ടത്? ഇത് കൃഷിക്കാരന്റെ മോനാട്ടാ, നീ വെറുതെ കളിയാക്കണ്ട. അതെ, നീ മിനിഞ്ഞാന്നടിച്ച് എന്റെ ഷെയർ തന്നിട്ടില്ല കേട്ടാ. ഒരു രാഷ്ട്രീയക്കാരനോടേ ഇന്നവരെ ഒരാളും ഷെയർ ചോദിച്ചിട്ടില്ല. നിങ്ങൾ ഈ ചേറിൽ കൊത്തി കളിച്ച് നടക്കാണ്ടേ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങ്. അപ്പറിയാം, ഞങ്ങളുടെ അവിടെ രാഷ്ട്രീയക്കാരോട് ആരും ഷെയർ ചോദിക്കാറില്ല കേട്ടോ. അതാണ് കാര്യം. അവൻ എടുക്കണാട്ടാ. കൊത്തിക്കോ, നീ കൊത്തിക്കോ. നീ ഒരു കണ്ടം കൂടി വരുമ്പോ വെക്കേണ്ട വരും. നിങ്ങൾക്കൊക്കെ എന്ത് കോപ്പിലെ സാമൂഹ്യ പ്രവർത്തനം പറയണേ? ചെല്ലുളാസ് മതിയായിരുന്നു. പൂവുള്ളതായാലോ? 3 ഗ്ലാസുള്ളോ? നീയൊരു മുതലാളിയാണ് കേട്ടാ. കണ്ട കൂതറകളുടെ കൂടെ കള്ളുടിച്ചിട്ട് ഉള്ള തറവാടിത്തം കളയരുത്. ഇവനെ കണ്ട നിന്നേലും വലിയ മുതലാളിയായിരുന്നു അവൻ. എങ്ങനെയാ അവൻ ഈ മാതിരി ആയെന്നറിയോ? ഇതന്നെ കാര്യം മനസ്സിൽ വെച്ചോ. ഈ നിക്കണ മുതലാളി ഒരു തൊഴിലാളിയായതേ നിങ്ങൾക്കുള്ളൊരു പാടാട്ടോ. സാറേ ഞാനും തൊഴിലാളി കേട്ടാ. തൊഴിലാളിയാണെന്ന് കൊതിക്കോ.
ഈ പൊന്നു പോലത്തെ മണ്ണിൽ വിഷം കലക്കാൻ വന്ന പാർട്ടിയാ. പുഞ്ചപ്പടത്ത് വിത്ത് വിതയ്ക്കുമ്പോ കാലുമുറിഞ്ഞടി പുന്നാരേ. ഒഴുകി എന്തുട്ട് കാട്ടണേ? ഞാൻ ഒഴിക്കാം. ഇവിടെ തന്നെ ഒരു കാര്യം. ഇങ്ങനെ പൊട്ടിക്കാത് കണ്ട കണ്ട. ഇനിയിപ്പോ നിന്റെ മുട്ട പൊട്ട ഇതൊക്കെ ഞാൻ ആദ്യം തുറന്നു വെച്ചതല്ലേ. സൈക്കിൾ ചവിട്ടി പോയതിന് ഒരു സ്പെഷ്യൽ പെഗ് വേണം കേട്ടാ. ഉഗ്രം കളറാണല്ലോ. ലിവർ പോവും. അന്തിമയങ്ങുമ്പോ മച്ചാരെ കൂട്ടിട്ട് അടിക്കുന്ന കള്ളിന് ഒരറ്റമില്ല. കള്ളു കുടിച്ചിട്ട് പള്ളം നിറച്ചിട്ട് ചെറ്റത്തരങ്ങള് ചെയ്യില്ലടാ. വെള്ളത്തിലിരുന്ന് അടിക്കാൻ പറ്റിയ സാധന. ഇവൻ പറഞ്ഞത് നേരാട്ടാ. നമ്മള് സാമൂഹിക പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല. അതാണ് ശരി. പക്ഷെ ഇപ്പൊ എനിക്ക് ചില സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. ചെയ്യണം. ചെയ്യാൻ തോന്നി അപ്പൊ ചെയ്യണം. സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ തോന്നിയ അപ്പൊ തന്നെ ചെയ്യും. ഞാൻ എനിക്ക് ചെയ്യാൻ തോന്നിയ അപ്പൊ തന്നെ ചെയ്യും. അപ്പൊ ചെയ്യല. അപ്പൊ ചെയ്യും. അയ്യോ അയ്യോ ചെയ്യല്ലേ 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 വലിച്ചെറിയല്ലേ മണ്ണിൽ വലിച്ചെറിയല്ലേ അയ്യോ 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 ചെയ്യല്ലേ 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 ചപ്പ് ചവറ് ചാടാലികളും കുപ്പിപ്പാട്ടാച്ചില്ലുകളും ചൊടിയും പൊടിയും വലിച്ചെറിയല്ലേ മണ്ണിൽ വലിച്ചെറിയല്ലേ അയ്യോ 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 ചെയ്യല്ലേ 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 തെറ്റിയ ജീവിതരാകും കച്ചറയാകും മണ്ണെല്ലാം അയ്യോ 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 ചെയ്യല്ലേ 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 അയ്യോ 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 ചെയ്യല്ലേ 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 നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ച ഇവനെ വെറുതെ വിടാൻ പാടില്ല. ഇവനെ വെറുതെ വിടരുത്. നമ്മളെ പോലുള്ള പാവം പിടിച്ച കർഷക തൊഴിലാളികൾ വിയർപ്പൊഴുക്കി പണിയെടുക്കുന്ന ഈ മണ്ണിന്റെ ചോറോ ഇവൻ കഴുത്തറ്റം തിന്നണത്. എന്നിട്ട് ഇവന്റെ തോന്നിയവസത്തിന്റെ കുപ്പി ഈ പൊന്നു വിളയുന്ന മണ്ണിൽ വലിച്ചെറിയുമ്പോ മുറിവേറ്റിട്ട് നമ്മളൊന്നും ചെയ്യാതെ നോക്കി നിൽക്കുന്നത് ഈ മണ്ണിനോട് ചെയ്യുന്ന നീതികേടരാകപ്പെട്ട ഇവനെ പോലുള്ള സാമൂഹ്യ ദ്രോഹികളാണ് ഈ മണ്ണിന്റെ ശാപം. ഇതെന്തുട്ടത്? യൂസ് മീ. കൃഷിയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയരുത്. സുഖേട്ടാ, ഇതൊക്കെ പഞ്ചായത്തുകാർ ചെയ്യേണ്ട പണിയല്ലേ? നമ്മൾ ചെയ്യേണ്ട പണിയാണോ അത്? മാലിന്യം ഉണ്ടാക്കാൻ നിനക്ക് പഞ്ചായത്തിന്റെ സഹായം വേണ്ട അല്ലേ? പക്ഷേ മാലിന്യം കളയാനോ നിനക്ക് പഞ്ചായത്തിന്റെ സഹായം വേണം. കൊള്ളാം കൊള്ളാം, നന്നായിട്ടുണ്ടാ. ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആരാടാ? നമ്മളൊക്കെ തന്നെയല്ലേടാ.
തരികിടതോ തെയ്യന്തക്ക തെയ്യന്തക്കതോ തതകതക തെയ്യന്തക്ക തെയ്യന്തക്കതോ